ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്, ഓറഞ്ച് കേക്ക്. ഇപ്പോൾ ഓറഞ്ചൊക്കെ ഒത്തിരി കിട്ടുന്ന ഒരു സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന കേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരക്കപ്പും ഒരല്പം കൂടി അളവിലാണ് ഓറഞ്ച് ജ്യൂസ് വേണ്ടത്. അപ്പം ഓറഞ്ചിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു 3 മുതൽ 5 ഓറഞ്ച് വരെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തിട്ടുള്ള ഓറഞ്ചാണിത്. അപ്പോൾ ഇത് നമുക്ക് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ തൊലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകംഭാഗം കുറച്ച് വെള്ള കളറായിരിക്കും. ആ ഭാഗം വരാണ്ട് ഓറഞ്ച് തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിന് വരും. അപ്പം നമ്മളിവിടെ ജ്യൂസ് എടുക്കാനായിട്ട് ഞാനിവിടെ 2 തരം ഓറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഓറഞ്ചും അതുപോലെ ഇത് കൂട്ട് കിനോ ഓറഞ്ചും. അപ്പോൾ നമ്മൾ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഇത് കൂട്ട് കിനോ ഓറഞ്ചിൽ നിന്നായിരിക്കും. കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിന് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ച് വലിപ്പത്തിലുള്ള കേക്ക് ടിന്നാണ്. അത് നമ്മൾ വെജിറ്റബിൾ ഓയിൽ തേച്ച് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വയ്ക്കാം. കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് ഞാനിവിടെ ഒരു ബൗളിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിനാണ് തൈര് എടുത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതോ ആയ തൈര് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനകത്ത് തരികളെല്ലാം പോകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന തൈരിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ അതൊരു അരിപ്പയിലോട്ട് വെച്ചിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ പോയി കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ ആ തൈര് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് അളവിന് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് അല്പാൽപ്പമായിട്ട് നമുക്കിതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിന് വരും. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിന് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും അതുപോലെ നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇടകലർത്തി വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഓറഞ്ച് ജ്യൂസ് ഞാൻ ഏകദേശം ഒരു 3 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടിയുണ്ട്. അത്രയും നമ്മൾ ഇതിനകത്ത് ഈ ഒരു കേക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. 2-3 ഡ്രോപ്പ് ഫുഡ് കളർ, ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഓറഞ്ച് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബേക്കിംഗ് പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത് കൂട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പം നമുക്ക് കേക്ക് ഈവനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വലിയ എയർ ബബിൾസൊക്കെ പോയി കിട്ടുകയും ചെയ്യും. 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനകത്തേക്ക് തയ്യാറാക്കിയ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 45 മിനിറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓവൻ അനുസരിച്ച് അത് കുറച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. നമ്മളിത് ഓവനിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് മുമ്പായിട്ടൊരു സ്ക്യൂർ ഉപയോഗിച്ചതൊന്ന് കുത്തി നോക്കണം. അപ്പം അതിൻ്റെ അകംഭാഗമൊക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതിന് ശേഷം വേണം നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാനായിട്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ചൂട് മാറാനായിട്ട് വയ്ക്കാം. ചൂട് മാറിയ ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം.
അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മളിത് ചെയ്തെടുത്താണ്. നമ്മൾ ഹാൻഡ് മിക്സറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. വിസ്ക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഓറഞ്ച് ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്